നാത്തൂനെ നാത്തൂനെ എന്താടി വന്നേ. എവിടെയാ? അതെ വരുന്നു. ചുരിദാർ തയ്ച്ചാ? ചുരിദാർ തയ്ച്ചാ? നീ ഇന്നലെ തന്ന ചുരിദാറല്ലേ? അതിന് ഇന്നല്ലല്ലോ തരാൻ പറഞ്ഞത്. ഇന്നലെ തരാന്ന് പറഞ്ഞല്ലേ? അയ്യോ ആണോ? ആ പിന്നെ രാത്രി ആയതുകൊണ്ടാ ഞാൻ വരാഞ്ഞത്. ചേടാ ഞാനോർക്ക് നാളെ കഴിഞ്ഞ് തന്നാ മതി എന്നാ വിചാരിച്ചത്. നാളെ കഴിഞ്ഞല്ല, ഇന്നലെ എന്നാ പറഞ്ഞത്. അയ്യേ തയ്ച്ചില്ല അത് കാരണം ഞാൻ. കൊള്ളാം. ഇന്ന് വൈകിട്ട് എനിക്ക് ഏട്ടൻ്റെ കൂടെ പുറത്തു പോകുമ്പോ ഇടാനായിരുന്നു. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരമില്ല, വൈകിട്ട് വരെ സമയമുണ്ടല്ലോ, തയ്ച്ചു തന്നാ മതി. അതല്ല വേറൊരു കുഴപ്പമുണ്ടപ്പോ. ഈ മറ്റേ മിഷൻ ഉടക്കി കിടക്കുക, പിന്നെ നൂലും കിട്ടണില്ല. അതിന്റെ കറുപ്പ് നൂല ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് തരാം. അല്ല നൂലല്ലടി, തുണി. മറ്റേ നീ പറഞ്ഞ മോഡലിൽ തയ്ക്കാൻ മറ്റേ മജന്ത തുണി വേണ്ടേ? മജന്ത തുണി വേണ്ട, അതിന്റെ തന്നെ ഇത് വെച്ചിട്ട് കഴുത്തിൽ തയ്ച്ചാ മതി. അല്ല അതങ്ങനെ അതപ്പ ആ മോഡലാവൂല. നീ മറ്റേ ഇനിയിപ്പൊ സാരമില്ല. എന്തിനമ്മ ഇങ്ങനെ കള്ളം പറയണത്? നൂല് കിട്ടാത്തോണ്ടാണ് അമ്മ തയ്ക്കാത്ത. എന്റെ മാമിയുടെ കറുത്ത ഫോണിൽ കൂടെ അമ്മേനെ കാണാതായി. ഇല്ല അതല്ല കാണാതെ തന്നെ പെട്ടെന്ന് ഒരു ഇച്ചിരി നേരം കാണാതായി. പക്ഷെ ഇത് എവിടെ ഉണ്ട് എനിക്കറിയാം. എന്റെ ഫോറിൻ തുണി കാണാതായാ? നാത്തൂനെ മര്യാദക്ക് എന്റെ തുണി തിരിച്ചു തന്നോ. ഞാൻ എന്ത് പറയും കുഞ്ഞമ്മയോട്? ആ ചുടിദാറിട്ട് തയ്ച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കാന്നാ പറഞ്ഞത്. അല്ല ജമന്തി, നീ എന്തിനിങ്ങനെയാണെന്ന് ബേളം വെക്കണത്? ഇപ്പൊ ഏത് ഗൾഫുകാരാണ് എല്ലാരും ഇപ്പൊ ഇവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ ഇറങ്ങി ഭീമാവളിയിൽ നിന്ന് തുണിയും വാങ്ങിച്ചിട്ട് അരിത്തി സ്പ്രേ മേടിച്ച് കൊണ്ടുവരും. ഇത് ഭീമാവളി കിട്ടുന്ന തുണി തന്നെ. അത് ഫോറിൻ തുണി തന്നെയായിരുന്നു. ഭീമാപ്പള്ളിയിൽ നിന്ന് മേടിക്കുന്നേ നിങ്ങളുടെ പാലയിലുള്ള ആളുകൾ. കൊച്ചു ആവശ്യമില്ലാതെ അങ്ങോട്ടൊന്നും കയറി കളിക്കണല്ലേ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. നിങ്ങൾ തമ്മിൽ ഇതെന്റെ ഭാര്യയാണ്. ഭാര്യക്ക് ആ തുണിയിൽ നേരത്തെ ഒരു കണ്ണുണ്ടായിരുന്നു, അറിയാവോ? അയ്യോ പിന്നെ എന്റെ ഭാര്യ തുണി കാണാതെ നടക്കല്ലേ. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലെന്ന്. അവളെ ആരാ കുഞ്ഞമ്മയാരാ ഭീമാവളി ഒരു തുണി കൊണ്ടുകൊടുത്ത് അത് കാണാൻ. കുഞ്ഞമ്മയുടെ മോള് എനിക്കൊരു തുണി തന്ന് ചുടിദാർ തയ്ക്കാനായിട്ട്. അത് നാത്തൂന്റെ കൊടുത്ത്. ഇപ്പൊ പറയാ ആ തുണി കാണുന്നില്ലെന്ന്. അതെവിടെ? അമ്മാവാ അത് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, അതിപ്പോ കാണാനില്ല. അതിന് എവിടെ ഇങ്ങനെ ബഹളം വെക്കണെന്തിന്? എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എവിടെയൊക്കെ തുണി തയ്ക്കാൻ വാങ്ങിക്കരുതെന്ന്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഏട്ടനോട് ഞാൻ പറഞ്ഞതാ ആ റോയലിൽ കൊടുത്താൽ മതിയെന്ന്. അപ്പൊ ഏട്ടനായിരുന്നു നിർബന്ധം നാത്തൂരെ കൊണ്ട് തയ്പ്പിച്ചാൽ മതിയെന്ന്. അവിടെ നന്നായി തയ്ക്കുമല്ലോ, അത് അവിടെ വെച്ചാ തുണി. റോയലിന് കൊടുത്താലേ പൈസ എണ്ണി കൊടുക്കണം. ഇവിടെയും പൈസ തന്നെ എണ്ണി കൊടുക്കുന്നത്. അവിടെയാണെങ്കിൽ നല്ല ഫാഷനിൽ തയ്ച്ചു കിട്ടും. പിന്നെ ഭയങ്കര നീ എങ്ങനെ ഫാഷനിൽ തയ്ച്ചാലും നീ അല്ലേ ഇടുന്നത്? ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നീ ആ തുണി എവിടെ വെച്ച്? ഭാര്യയും ഭർത്താവും കൂടെ എവിടെയാ കൊണ്ട് കളഞ്ഞു. ഞങ്ങളെ പുഴുങ്ങി തിന്നടി. എവിടെ നീ ആ തുണി വെച്ച്? എനിക്കറിയില്ല. ഒരാളൊരു തുണി കൊടുക്കുന്ന ഉത്തരവാദിത്തത്തോടെ വെക്കണ്ട. ഇത് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവാ. അമ്മ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അമ്മ ഒരു പെണ്ണിനെ കൊണ്ട് വന്നില്ലേ? അതിനെന്താ? ആ പെണ്ണാറ്റി എടുത്തോണ്ട് പോയതാ വീട്ടിൽ കയറി. അല്ലാതെ ഇവിടെ ആര് വരെ എടുക്കാൻ ഇവിടെ? ആ പെണ്ണെങ്ങനെ കാരണം നീയല്ലേ തുണി എടുത്ത് പഴയ തുണി എടുത്തു കൊടുത്തത്? ഞാൻ പോയ നേരത്തെ അമ്മാനകത്തോട്ട് പോയപ്പോഴത്തേനും അത് പെരക്കകത്ത് കയറിയിട്ടുണ്ട്. ആൾറെഡി നീ ചിലപ്പോ ആ സ്ത്രീക്ക് പഴയ തുണി കൊടുക്കണതിന്റെ കൂട്ടത്തിൽ ഈ തുണി എങ്ങനെ എടുത്തു കൊടുത്തോ? ഞാനിവിടെ ബോധം കിട്ടി നടക്കല്ലേ. ഇത് നിർത്തിക്കേ. എല്ലാരും കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് എന്റെ തുണി കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. പറഞ്ഞേക്കാം. അതെ അമ്മാവ എന്തിനാണ് ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളെ കളിച്ച് വീട്ടിൽ കൊണ്ടുവരണത്? പെണ്ണെടുത്തിട്ട് പോയത് അത്. എല്ലാരും കൂടി എന്റെ നെഞ്ഞത്ത് കയറിക്കോ. അല്ല പിന്നെ ഇപ്പൊ ചെയ്യാൻ തോന്നുന്നു. ഞാൻ പോണ വഴിക്ക് അതുപോലത്തെ തുണി വല്ലതും കാണണേ. ഇത് എങ്ങനെ ഇരിക്കും തുണി കാണാനും? തുണി കറുപ്പില് ഈ കളറില് വട്ടം കറുപ്പില് വട്ടം ഈ കളറ് നോക്കാം. അതെ എവളെയൊക്കെ തുണി വാങ്ങിക്കരുതെന്ന് പറഞ്ഞ ഇതുകൊണ്ടാ. ഒരു കണക്കിന് അത് പോയത് നന്നാ, ഇല്ലെങ്കിൽ തച്ചിട്ട് കുറെ കുറ്റം കൂടെ പറഞ്ഞാനാ. പിന്നെ അതിന്റെ കൂടെ വെളുത്തൊരു ഡിസൈനും കൂടി എല്ലാം കൂടെ ഒത്തു കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ 3 കളർ തുണി കൂടെ മേടിച്ചോണ്ട് ഞാൻ വരും. ഇതാണ് വയസ്സുകാലത്ത് ഇരുന്ന് സ്വപ്നം കാണുന്നത്. ഒന്നുമില്ല. ഒന്നുമില്ലടാ. വിളിക്കണ്ട. അവള് ദേഷ്യത്തിലാടാ, ഒരു പണി എടുത്തിട്ടില്ലെന്ന്. അവൾക്ക് പോരും തുണി വേണം തന്നെ. അതുവരെ തീർന്നില്ലേ? അങ്ങനെ തീർന്ന് ഇങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാ കൊള്ളാം. ഓരോ ഏടാകൂടങ്ങൾ വന്നാലും ബാക്കിയുള്ളവനാണ് സമാധാനം. അതിന്റെ പെണ്ണുപിള്ള എവിടെ? വിളിക്കാവളെ. തങ്കം ജോലിയെ ഇവിടെ വെറുതെ ഇരിക്കല്ലായിരുന്നു. ഇവനെന്ത് വിളിച്ചു വന്നോട്? ഇല്ല ഒന്നുമില്ല. എന്റെ പെണ്ണുമ്പിള്ളക്ക് ചെവിതല കേൾക്കാൻ വയ്യ. അത് കാലത്തെ പോലും ഒരു സ്വസ്ഥതയില്ല ഞങ്ങൾക്ക്. ഇതായിരുന്നല്ലോ പ്രശ്നം. നിന്റെ തുണി
എന്താ കണക്ക് ഭ്രാന്തുണ്ടോ? നീ എന്തിനാണ് ഈ തുണി എടുത്ത് മാറ്റി വെച്ചിട്ട് വെറുതെ കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അമ്മാവ ചുമ്മാ കണ അലക്കല്ലേ കേട്ടോ. ഇത് ആ തുണിയൊന്നുമല്ല, അതിന് പകരം ഞാൻ വേറെ തുണി മേടിച്ചുകൊണ്ട് കൊടുത്താ എന്റെ ഭാര്യക്ക് ഇത്തിരി സ്വസ്ഥത കിട്ടിട്ട്. സ്വസ്ഥത ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? എന്താണ് അവളൊരു തുണി വെക്കാൻ തന്നു, അപ്പൊ മര്യാദയ്ക്ക് തച്ചു കൊടുക്കണം, എടുത്ത് ആൾക്കാർക്ക് കൊടുക്കണം. എന്തിന്? എന്റെ ദൈവമേ, ഞാൻ ആർക്ക് കൊടുത്തെന്ന് ഈ പറയണേ? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ അത് എവിടെ പോയി? എവിടെ പോയി അറിയെങ്കിൽ ഞാനത് എടുത്തോണ്ട് വരൂലേ? ഇനി എവിടെ പോയി അറിയണമെങ്കിൽ ഇതാ നിൽക്കുന്നു, ചോദിക്ക്. കണ്ണി കണ്ട പെണ്ണുങ്ങളൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരണേ, അവളൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ഈ അമ്മ എന്തിനാണ് ഈ വേണ്ടാത്ത കൊല്ലാപ്പക്കെടുത്ത് വീട്ടിൽ വിളിച്ചിരുന്നത്? ആവശ്യമില്ലാത്ത ഞാനൊരു ഉപകാരം ചെയ്തത് ഇപ്പൊ എല്ലാരും കൂടി എന്റെ തന്നെ തന്നെ ഇതാണ് ഉപകാരം. ഭയങ്കര ഉപകാരം തന്നെ. ദേ, എല്ലാം കഴിഞ്ഞു. തന്റെ തുണി തയ്ക്കോ ഇടോ എന്താന്ന് വെച്ചാ ചെയ്ത എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. സമാനായല്ലോ. കേറിപ്പോ. ഒരു സമരകാരി വന്നിരിക്കും. അയ്യോ, ഇങ്ങനെ ഉണ്ടാ പെണ്ണുങ്ങള്. അതിനിത് എന്റെ തുണിയല്ലല്ലോ. നിന്റെ തുണിയല്ല, അതുപോലത്തെ അതിന് പകരം വേറെ തുണിയാണിത്. ഓ, എന്റെ ഫോറിൻ തുണിക്ക് പകരം എവിടുന്നെങ്ങാണ്ട് മേടിച്ചോണ്ട് വന്നേക്കുവാ. എവിടെ നിന്നൊന്നുമല്ല, ഇത് ഫോറിൻ സാധനങ്ങൾ വിൽക്കണ മാഹിന്റെ വാങ്ങിച്ച തുണിയാണ്. ആ ക്ലീറ്റോ ചേട്ടനെ നല്ല ഫോറിൻ തുണി കാണാത്തത് കൊണ്ടാ. ഞാനേ നല്ല ഫോറിൻ തുണി കണ്ടു വളർന്നവളാ. അയ്യോ, നീ അതൊന്നും പറയല്ലേ. എന്റെ പാലയിലുള്ള എല്ലാരും ഫോറിനിലായിരുന്നു. ഇപ്പോഴാണ് ആരെല്ലാം ഇവിടെ വന്നത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞത് നീ വേണം കിടു വെച്ച. പറ്റത്തില്ല ക്ലീറ്റോ ചേട്ടാ, എനിക്ക് എന്റെ ഫോറിൻ തുണി തന്നെ കിട്ടണം. എന്റെ ജമന്തി അത് പോയില്ല. പിന്നെ അത് കിട്ടണമെന്ന് വാശി പിടിച്ചാ ഞാൻ അവിടെ നിർത്തുണ്ടോ? കേട്ടോ, ഇത് അടിപ്പാവട പോലും തയ്ക്കാൻ കൊള്ളത്തില്ല ഇതുകൊണ്ട്. ആ, എന്നാ വേണ്ട, നീ തയ്ക്കണ്ട. നീ അതിനെ എവിടെയെങ്കിലും കൊണ്ട് വിരിച്ച് ഇങ്ങനെ കെട്ടിയിട്. ഇത്ര മാത്രം പ്രസംഗിക്കാനൊന്നുമില്ല. ഒരു തുണി പോയതിന് പകരം തുണി മേടിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തയ്ച്ചിടാലോ. പകരം തുണിയാണെങ്കിൽ നല്ലത് മേടിച്ചു തന്നെ. നല്ലത് തന്നെയാണ്. ഇതിനെന്താണ് കുഴപ്പം? ഇതിനെന്താ കുഴപ്പം? നീ ഒന്ന് നോക്കിക്കേ. ഈ തുണിക്ക് എന്താണ് കുഴപ്പം? അഹങ്കാരം. ഈ തുണിക്ക് എന്താ കുഴപ്പം? ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അഹങ്കാരം. ആ, കൊടുക്കളഞ്ഞോ, ഞാൻ തന്നെ കളയാനിരുന്നതാ. എനിക്ക് എന്റെ ഫോറിൻ തുണി തന്നെ മതി. എന്തൊരു അഹങ്കാരം നോക്ക് പെണ്ണുങ്ങളെ. അഹങ്കാരം തന്നെ. അതെ, ഫോറിൻ തുണി ഞങ്ങൾ അങ്ങ് വിഴുങ്ങി. താൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഇതാ കനക, നിന്റെ ഭാര്യ എന്നോട് പറയല്ലോ, ഭയങ്കര അഹങ്കാരിയായിട്ടാ അവള്. ആ, ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ട് വിഴുങ്ങി കാണും. വിഴുങ്ങിയടി, നമുക്ക് കോടതി കാണാം. ഓ, കടയിൽ വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. കടയിൽ വന്നതായിരുന്നു. ഞാനേ പഞ്ചായത്ത് വരെ പോയതായിരുന്നു. ചേട്ടാ കയ്യോടെ നോക്കിക്കേ. നോക്കാനൊന്നുമില്ല അത്. നോക്കിക്കേ ചേട്ടാ, ഞാൻ പുതിയ മോഡലാണ് തയ്ച്ചേക്കുന്നത്. അല്ല സുഖു, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇറക്കം കുറഞ്ഞു പോയി. കൈക്ക് നീളം കുറവാണ്, പൊക്കക്കുറവ്, വണ്ണക്കുറവാണെന്നും പറയില്ല. ഒരു പരാതിയില്ല, ഞാൻ വീട്ടിൽ കയറി ഇടാം. ചേട്ടൻ എന്തേ തയ്ച്ചാലും മോൻ തെളിയും. ഇത് തെളിയും. ഞാനിപ്പോ വിയർത്ത് നിൽക്കുകയാണ്, ഞാൻ വീട്ടിൽ കയറി ഇടാന്ന് പറഞ്ഞില്ല. പുതിയ മോഡലാ തയ്ച്ചേക്കുന്നത്. സുഖു, അത് കണ്ടോ കണ്ടോ കണ്ടോ? എന്റെ ഫോറിൻ തുണി ഇതാ, എന്റെ കുഞ്ഞമ്മയുടെ മോള് തന്ന ഫോറിൻ തുണി. അല്ല, അപ്പൊ അത് അതെ, ജമന്തി എന്നോട് ക്ഷമിക്കണം. ഈ പൂക്കളുള്ള തുണി പണ്ട് എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. മാത്രമല്ല, ഞാൻ ഈ കളറിലെയും ഈ ഡിസൈനിലും ഒരു തുണി അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്, അതുകൊണ്ട് എടുത്തതാണ്. എടാ കഴുതേ, നീ ഈ ഷർട്ട് തയ്ച്ചത് എന്തിനാ? ഇടാൻ വേണ്ടിട്ടല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഈ ഷർട്ട് ഇട്ട് ഞങ്ങളുടെ മുന്നിൽ വരില്ലേ? അപ്പൊ ഞങ്ങൾ അറിയില്ലേ ഈ ഫോറിൻ തുണി കട്ടെടുത്താണെന്ന്? അതൊക്കെ ചിന്തിക്കാൻ അവന് നല്ല ആള് താമസം വേണ്ടേ?